ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദരിദ്രനായ ദേവനാരായണന് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടെന്ന് തോന്നിയപ്പോ കയ്യിലേക്ക് എടുത്തു വെച്ച് തന്നത് അവളെ. ദാ പിടിച്ചോ, ഇവളുടെ സ്നേഹം അനുഭവിച്ചോ എന്ന് പറഞ്ഞു. അവസാനം അതും ഇപ്പോ ജീവശ്വാസം പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നെയാ നീ ചതിച്ചത്. ആ നിന്നോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല. കടന്നു പോയെന്റെ മുന്നിന്ന്. പറഞ്ഞത് കേട്ടില്ലടി. ഇനി എന്തിനാ നീ നോക്കി നിൽക്കുമേ? ഇറങ്ങ, പടിക്ക് പുറത്തിറങ്ങാൻ. ദേവന് വേണ്ടാത്ത നിന്നെ ആറ്റുവാ ശരിക്കും വേണ്ട. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ. ഇറങ്ങടിയാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങോട്ട് ഇറങ്ങാൻ. പോടി അങ്ങോട്ട്. മാഡം, വേറെ ആരെന്നെ തള്ളി പറഞ്ഞാലും എന്റെ അച്ഛൻ എന്നോട് അങ്ങനെ പറയുന്നു ഞാൻ കരുതിയില്ല. എന്റെ മനസ്സിൽ ഞാൻ കെട്ടിപ്പൊക്കിയ സ്നേഹത്തിന്റെ കണക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ മാഡം. മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് മാത്രം ശിക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് പാപ ചെയ്തത്? എല്ലാത്തിനും ഓരോ ഉത്തരവേ ഉള്ളൂ. എന്റെ ജന്മം ശരിയല്ല. എന്നെ എന്തിനാ അമ്മ ബാക്കി വെച്ചത്? വേണ്ടെന്ന് തോന്നിയപ്പോ ആ നിമിഷം എന്നെ കൊന്നാ മതിയായിരുന്നല്ലോ. ഇങ്ങനെ ആരെങ്കിലും എടുത്തു വളർത്തുന്ന രീതിയിൽ കൊണ്ടുവന്നിടുന്നായിരുന്നോ? മോളെ, ആ അമ്മയുടെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ലല്ലോ. ശപിക്കരുത്. അച്ഛനോടും അമ്മയോടും ഒരിക്കലും മോൾക്ക് മനസ്സിലൊരു വെറുപ്പ് തോന്നരുത്. അവർക്ക് മോളെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ അവര് നിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ നടുവിലാ. അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. ഒരു ദിവസം തികച്ചും മോളെ കാണാതിരിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല മോളെ, അതെനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഇറങ്ങിപ്പോകാൻ പറഞ്ഞ എന്തിനാ? മിണ്ടണ്ട, മുഖത്ത് നോക്കണ്ട, അവിടെ ഏതേലും ഒരു മൂലയിൽ പോയിരുന്നോളം പറഞ്ഞ മതിയായിരുന്നല്ലോ. എനിക്ക് അച്ഛനെ കാണായിരുന്നല്ലോ, അച്ഛന്റെ ശബ്ദം കേൾക്കായിരുന്നല്ലോ. ഓരോ വാക്ക് പറയുമ്പോഴും ഒരു കടലിന്റെ ആഴമുണ്ട് മോളുടെ സങ്കടത്തിന്. ഇപ്പോ മോള് വേറൊന്നും ആലോചിക്കണ്ട. ഞാനുണ്ട് മോളുടെ കൂടെ. നമ്മള് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവാ. ഈ സങ്കടങ്ങളൊന്നുമില്ലാത്ത ഒരു ദൂരത്തേക്ക്. അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മോളുടെ മനസ്സൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ? ദേവേട്ട, സംഭാര ഇതെങ്കിലും കുറച്ച് കുടിക്ക്. വേണ്ട യശോദേ. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്തൊരിപ്പാ ഇത്? ഇപ്പൊ എന്ത് കഴിച്ചാലും തൊണ്ടേന്ന് ഇറങ്ങില്ല യശോദേ. എത്ര നേരാന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നേ? അറിഞ്ഞൂടാ. ഉപവാസങ്ങൾ ദൈവങ്ങൾ പ്രസാദിക്കുന്നവരെയല്ലേ.
ദേവാ, നിനക്കൊരു പിഴവ് പറ്റിയതാ. അർഹതയില്ലാത്ത ഒരുത്തിയെ നീ കൊഞ്ചിച്ചു ലാളിച്ചു. എന്നെങ്കിലും അവസരം കിട്ടിയാ അവള് തനി സ്വഭാവം കാണിക്കുമെന്ന് പറഞ്ഞിട്ടും നീ വിശ്വസിച്ചില്ല. അതിനുള്ള ശിക്ഷയാ കിട്ടിയത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അമ്മയ്ക്ക് ധാരണ ഉണ്ടല്ലോ. തെറ്റിന് ശിക്ഷ വേണമെന്ന് അമ്മയ്ക്ക് അറിയാലോ. അപ്പൊ പിന്നെ ഈ ശിക്ഷ അനുഭവിച്ച് ഞാനിവിടെ ഇരുന്നോട്ടെ. അമ്മ അകത്തേക്ക് പോയിക്കോ. നീ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ഞാൻ എങ്ങനെയാ സമാധാനമായിട്ട് അകത്തേക്ക് പോകുന്നേ? അമ്മ ദയവ് ചെയ്തൊന്നും അകത്തേക്ക് പോകുന്ന നല്ലത്. ഈ അവസ്ഥയിൽ ഞാൻ എന്തൊക്കെയാ പറയാ, എന്തൊക്കെയാ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അമ്മ ഒന്ന് പോയേ. അവൾക്ക് അപകടമൊന്നും ഇല്ലല്ലോ ദേവേട്ട. പെട്ടെന്ന് തോന്നിയ വിഷമം കൊണ്ട് അവൾ എവിടുന്ന് പോയിന്നല്ലേ ഉള്ളൂ. ഫിദ മേഡത്തിന്റെ കൂടെ സുരക്ഷിതയായിട്ട് അവൾ ഉണ്ടല്ലോ. അവൾ ഇങ്ങോട്ട് തന്നെ വരും. വേറെ എവിടെ പോവാൻ അവള്? എന്തിനാ അവള് ഓടിപ്പോയത്? ഞാനൊന്ന് വഴക്ക് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ യശോദേ. എനിക്കൊന്ന് വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? തെറ്റ് കാണിച്ചാലും ഞാനല്ലേ വഴക്ക് പറയേണ്ടത്? ശരിയാണ്. ആ സമയത്ത് വായിൽ കൊള്ളാത്തതെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു. എന്നാലും അവൾക്ക് ആലോചിക്കാലോ, അച്ഛനല്ലേ എന്ന്. ഇന്ന് വരെ സ്നേഹിക്കുന്നതിൽ ഒരു കുറവും കാണിക്കാത്ത ആളല്ലേ. അത്രയും വേദന തോന്നിയോണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. നേരം വെളുക്കുമ്പോ എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടുത്ത് ചെല്ലുമായിരുന്നല്ലോ, ചേർത്ത് പിടിച്ച് കൂടെ ഇരുത്തുമായിരുന്നല്ലോ, പറഞ്ഞതിനൊക്കെ സമാധാനിപ്പിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെയല്ലേ യശോദ ഞാൻ അവളെ വളർത്തിയത്. ഞാൻ എന്റെ രാധേമോളെ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ട് ആർക്കാണ് അസൂയ തോന്നാത്തത്? താൻ പറഞ്ഞിട്ടില്ലേ, പ്രിയങ്ക പറഞ്ഞിട്ടില്ലേ, അമ്മ പറഞ്ഞിട്ടില്ലേ, ഈ നാട്ടുകാരൻ മുഴുവൻ പറഞ്ഞിട്ടില്ലേ? അന്നൊക്കെ ഈ ദേവനാരായണൻ ഭാഗ്യം ചെയ്ത അച്ഛനായിരുന്നു. പക്ഷേ ഇപ്പൊ ശാപം കിട്ടിയവനാ. എന്നെ എന്റെ മോളെ ഒട്ടും മനസ്സിലാക്കിയില്ലല്ലോ യശോദേ. ദേവേട്ട, ദരിദ്രനായ ദേവനാരായണന് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടെന്ന് തോന്നിയപ്പോ കയ്യിലേക്ക് എടുത്തു വെച്ച് തന്നതാ അവളെ. ദാ പിടിച്ചോ, ഇവളുടെ സ്നേഹം അനുഭവിച്ചോ എന്ന് പറഞ്ഞു. അവസാനം അതും ഇപ്പോ എവിടെയായാലും എന്റെ മോള് സുഖമായിട്ടിരിക്കട്ടെ. കൂടെ തന്നെ ഉണ്ടാവണേ ഈശ്വര.